എടി സാറിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നീ എന്തിനടി കയറി നിന്നത്? ഒരു വാക്ക് ചോദിക്കണ്ടേ സാറിനോട്? ഗണേശേട്ടാ, ഞങ്ങൾ പോട്ടെ എന്നാ. ഏയ്, നിങ്ങൾ നിന്നോളൂ, ഞാൻ പോവാ. അതെന്തോന്ന് സാറേ, സാറ് പതിവ് പോലെ എന്നെ കൊണ്ട് വിട്ടിട്ട് പോയാ മതി. ഇവിടെ വരുമ്പോ എനിക്ക് അതൊരു ഗമയല്ലേ. ഏട്ടാ, സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഓട്ടോ എങ്ങനെ വിളിച്ചു പോയാ പോരെ? നീ പോടി, നിനക്കറിഞ്ഞൂടാ സാറും ഞാനും തമ്മിലുള്ള ബന്ധം. ഒറ്റ യാത്രയില് ഞങ്ങൾ എന്തൊക്കെയാ ചർച്ച ചെയ്യാന്നറിയോ അല്ലേ സാറേ? സാറിനെ പോലെ ബന്ധങ്ങൾക്ക് ഇത്ര വില കൽപ്പിക്കുന്ന ഒരാളെ കണ്ടു കിട്ടാൻ പ്രയാസ. അതെ, സാറിന് കൃത്യമായിട്ട് അറിയാം എപ്പോ ഒരു ബന്ധം തുടങ്ങണമെന്നും എപ്പോ അത് മുറിക്കണമെന്നും. അത് പിന്നെ നമ്മുടെ ബന്ധങ്ങൾക്ക് നമ്മൾ ചില അടിസ്ഥാനങ്ങൾ തീരുമാനിക്കില്ലേ? അത് മറികടന്നു പോകുന്നവരെ എന്ത് ചെയ്യാനാ ഗണേശ? ബന്ധം കൂടുമ്പോ വലിയ വാക്കുകൾ പറയാതിരുന്നാ മതി. അപ്പൊ വെട്ടി മാറ്റുമ്പോഴും വേദനിക്കില്ല. ഓ കബനി, വിദ്യയും ലേക്ക് കാത്തു നിൽക്കില്ലേ? നമുക്ക് പോണ്ടേ? എന്നാ നിങ്ങൾ ചെല്ല്. ഇവര് ആ പിരിവിന്റെ കാര്യവും പറഞ്ഞ് ടെൻഷനില്ല സാറേ. പോയിക്കോടി. ശരി ഏട്ടാ. ആ, ഗണേശൻ എന്താ വിശേഷിച്ച്? കബനി വിളിച്ച് കുറച്ച് കാശിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആ കൂട്ടുകാരുടെ പിരിവിന്റെ പേരില് ഞാൻ അതും കൊണ്ട് വന്നതാ. എത്ര കൊടുത്തു? 10,000. ഗണേശ, എന്താ സാറേ? ദാ ഇത് വെച്ചോളൂ. അയ്യോ വേണ്ട സാറേ, അവർക്കൊരാളെ സഹായിക്കണം തോന്നിയാ അതെന്നെ മുറിച്ച് വിറ്റിട്ടായാലും ഞാൻ ഉണ്ടാക്കിയിരിക്കും. അതിന് കൈനീട്ടില്ല. ഗണേശ വെച്ചോ ഗണേശ. അത് വേറെ കാര്യം. ഇത് സാറ് വെച്ചോ. സാറ് വാ, നമുക്കൊരു ചായ കുടിക്കാം, എന്നിട്ടൊരു യാത്ര. വാ സാറേ. അവന്മാരെ കുറെ നേരം ആയാലും നോക്കി നിൽക്കുന്നു. പാവങ്ങള് നമ്മളെ നോക്കിക്കോണെന്ന് രമ്പ ഏൽപ്പിച്ച ഇന്ന് മുഴുവൻ ഈ നിൽപ്പ് നിൽക്കും. അല്ല, ഇന്നെന്താ തലൈവിയെ കാണാത്തത്? അവൾക്ക് അവളുടെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഇവർക്കല്ലേ മറ്റൊരു പണിയില്ലാത്തത്. വാ. ഹലോ, എങ്ങനെയുണ്ട് പിരിവൊക്കെ? കുഴപ്പമില്ല. ഞങ്ങളോടെന്താ ചോദിക്കുന്നില്ലേ? ഞങ്ങളും ഈ കോളേജിലാണേ പഠിക്കുന്നേ. നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാവാൻ തടസ്സമൊന്നുമില്ല. രാഹുൽ, നമ്മുടെ ആരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങില്ല. കാരണം എന്താ? നമ്മളെ കണക്ക് അന്വേഷിക്കില്ലേ? അപ്പോ കള്ളത്തരം പുറത്തു വന്നാലോ? കള്ളത്തരോ? എന്ത് കള്ളത്തരം? നിത്യ, ഋഷി സാറിനോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, അതുകൊണ്ട് പറയാ. ഇവർ ഈ ക്യാമ്പസിൽ കാണിച്ചു കൂട്ടുന്നതിനൊന്നും താൻ കൂട്ടു നിൽക്കണ്ട. താൻ നാറും. തന്റെ പേരെന്താ? രാഹുൽ. മിസ്റ്റർ രാഹുൽ, ഞാനിവിടെ കോളേജ് മാറി വന്നത് അംഗൻവാടിയിലേക്കല്ല. എന്റെ ചുറ്റുപാടും എന്താ നടക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബോധവും എനിക്കുണ്ട്. അതായത് തൽക്കാലം രാഹുലിന്റെ ഉപദേശം ഇല്ലാതെ ജീവിച്ചു പോകാൻ പറ്റൂന്നർത്ഥം. പറഞ്ഞിട്ട് കാര്യമില്ല രാഹുൽ. ഇനി നമുക്ക് നടത്താം എന്തെങ്കിലും പണപ്പിരിവൊക്കെ. പഠിത്തത്തിന്റെ കൂടെ ഒരു ജോലി ആവുമല്ലോ. ചിന്ത എന്നല്ലേ പേര്? യെസ്. ചിന്തയുടെ ഒരു കുഴപ്പം എന്തെന്നറിയോ? ഒട്ടും സിൻസിയർ അല്ല. ആരോ പഠിപ്പിച്ചെന്ന വാചകങ്ങളാണെങ്കിലും പറയുമ്പോ ഒരു ഫീലൊക്കെ വേണ്ടേ? അതില്ല. ആരോ പഠിപ്പിച്ചെന്ന വാചകങ്ങളാണെങ്കിലും
പറയുമ്പോ ഒരു ഫീലൊക്കെ വേണ്ടേ? അതില്ല. ഈ കാരുണ്യം, ദയാന്നൊക്കെ പറയുന്ന വികാരങ്ങളെ ജന്മന രക്തത്തില് അലിഞ്ഞു ചേർന്ന് കിട്ടേണ്ട കാര്യങ്ങളാ. അതിപ്പോ ഇല്ലാതെ പോയതിന് എന്ത് ചെയ്യാനാ? അല്ല മക്കളെ, രംഭ ഏൽപ്പിക്കുന്ന പണികളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. കൂലി എത്രയാ നിങ്ങൾക്ക്? കേക്കട്ടെ. ഡേയ്, നീ ഒരുപാടങ്ങ് അഹങ്കരിക്കണ്ട. ഞങ്ങൾക്ക് നിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിലേ രംഭയുടെ ആവശ്യമൊന്നുമില്ല. കാണോ നിനക്ക്? കാണണം. കാണട്ടെ നീ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. നിത്യ, ആരുടെ പിൻബലത്തിലും ഈ ക്യാമ്പസിൽ അഭ്യാസം ഇറക്കാന്ന് ആരും വിചാരിക്കണ്ട. കരഞ്ഞു തീർക്കേണ്ടി വരും. ഏട്ടൻ കേട്ടില്ല അവര് പറഞ്ഞത്? എന്നിട്ട് എന്തൊന്നും പറയാത്തെ? ഞാൻ ഈ ക്യാമ്പസിൽ വരുന്ന പഠിപ്പിക്കാനാ, ഗുണ്ടാപ്പണിക്കല്ല. ഏട്ടാ, സൗഹൃദങ്ങളായാലും സഹായമായാലും കൃത്യമായി തെരഞ്ഞെടുത്ത് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അത് ദോഷമാണ്. ഇത് കൊള്ളാലോ. ഏട്ടൻ എന്താ അവര് പേടിയാണോ? അല്ല, എന്നോടുള്ള വെറുപ്പ് കാണിക്കാൻ വേറെ മാർഗം ഇല്ലല്ലോ. നിത്യം ഞങ്ങളുടെ കൂടെ നടക്കുന്നതും സാറിന് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഏട്ടനാ. നിങ്ങൾ എന്നോട് നന്നായിട്ട് പെരുമാറുന്നിടത്തോളം കാലം നിങ്ങളോടുള്ള സൗഹൃദം സൂക്ഷിക്കാൻ എനിക്കറിയാം. ഏട്ടന്റെ ഉപദേശത്തിന് ഞാൻ കാക്കില്ല. കലക്കി. അങ്ങനെ തന്നെ വേണം. എന്നെങ്കിലും ഋഷി സാറിന്റെ ചൂട് മാറുമല്ലോ. അത് കഴിയുമ്പോ ഇതൊക്കെ തിരിച്ചു ചോദിക്കണം നമുക്ക്. അതിനി മാറില്ല ഒരിക്കലും. നിത്യ, രംഭ, തന്റെ പൊളിറ്റിക്കൽ ഗുരുവില്ലേ, എന്താ അയാളുടെ പേര്? ആ, മിസ്റ്റർ മോഹനചന്ദ്രൻ നായർ. പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ അതോ? എന്തിനാ? അല്ല, ഒന്ന് പോയി കാണാനാ. കബനിക്ക് വേണ്ടി നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യാൻ പറഞ്ഞ ആളല്ലേ. ഇപ്പൊ എന്ത് പറയുന്നു എന്നൊന്ന് ചോദിച്ചു നോക്കാം. നീ കളിയാക്കാണോ? അല്ലാതെ പിന്നെ. ക്യാമ്പസിൽ ഇപ്പൊ കബനിയുടെ ഇമേജ് എന്താണെന്ന് അറിയോ തനിക്ക്? രംഭ, അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ആ സ്വാതിക്ക് വേണ്ടിയിട്ട് അവർ നടത്തുന്ന പിരിവില്ലേ, നിസ്സാര ഇമ്പാക്റ്റ് ഒന്നുമല്ല ഉണ്ടാക്കുന്നത്. ആരത് നോക്കിയാലും ഇലക്ഷൻ പ്രവർത്തനമായി അത് തോന്നില്ല. പക്ഷെ ക്യാമ്പസിലെ എല്ലാ കുട്ടികളുമായി നേരിട്ട് അവൾക്ക് കണക്ഷൻ വരുന്നുണ്ട്. ശ്രദ്ധിച്ചോ? നീ ഈ പറഞ്ഞ മോഹനചന്ദ്രൻ നായരെ പോലെ അവളുടെ നാട്ടുമ്പുറത്തും കാണും രാഷ്ട്രീയം അരച്ച് കലക്കി കുടിച്ച ഏതെങ്കിലും കുറുക്കന്മാര്. അവൾക്ക് ഉപദേശം കിട്ടുന്നത് അവിടെ നിന്നാണെങ്കിലോ? എന്നുവെച്ചാ സ്വാതിയുടെ കാര്യം അവിടെ ഇലക്ഷൻ വർക്കായിട്ടാണോ ചെയ്യുന്നതെന്നോ? രംഭ, അതിന് സാധ്യതയുണ്ട്. സാധാരണ നമ്മുടെ നാട്ടില് ഇലക്ഷന് തൊട്ട് മുമ്പ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നുകിൽ ഒരാൾക്കൊരു അവാർഡ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു സമൂഹ വിവാഹം നടത്തും. എന്നിട്ട് സ്ഥാനാർത്ഥിയാവാൻ ഉദ്ദേശിക്കുന്ന ആള് അതിലൊക്കെ അങ്ങ് പങ്കെടുക്കും. അങ്ങനെ നോക്കിയാ ഇത് ഇലക്ഷൻ വർക്ക് തന്നെയാ. അതിനൊരു വഴിയുണ്ട്. സ്വാതിയുടെ കുടുംബത്തിനെ രംഭ നേരിട്ട് സഹായിച്ചാ പോലെ. അതില് കാര്യമൊന്നുമില്ല. രംഭ സമ്പന്നയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. കൊടുത്താലും വില കിട്ടില്ല. പക്ഷേ 50-100 വെച്ച് അവള് നടത്തുന്ന കളക്ഷൻ ലക്ഷ്യത്തിൽ കൊള്ളും. കബനിക്ക് നല്ല ലീഡർഷിപ്പ് ഉണ്ടെന്ന് ചില കുട്ടികളെങ്കിലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് അപകടമാ. രംഭ, താൻ എന്തെങ്കിലും ഒന്ന് പറ. ഒക്കെ ഞാൻ കേട്ടു. നിങ്ങൾ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്. അപകടമാ. സ്വാതിയുടെ അവസ്ഥ ദയനീയമാ. അപ്പോ അവൾക്ക് വേണ്ടി പിരിവ് നടത്തുന്നവർക്ക് അതിന്റെ മുഴുവൻ ഗുണവും കിട്ടും. അത് നമ്മൾ മറികടക്കണം.
ഇപ്പൊ കബനി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ അവൾക്ക് അബദ്ധമായി മാറണം. നമ്മളും സ്വാതിയെ സഹായിക്കുന്നു. പിരിക്കാനോ? അല്ല, പിരിവ് കൊടുക്കുന്നു. അതും കബനിയുടെ കയ്യിൽ തന്നെ. നിനക്കെന്താ ഭ്രാന്താണോ? ഇപ്പൊ നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. നമ്മൾ അറിയുന്ന എല്ലാവരെ കൊണ്ടും പിരിവ് കൊടുപ്പിക്കണം. ആ പണം കബനി അവൾക്ക് കൊടുക്കട്ടെ. നോട്ടീസ് വിതറിയതിന്റെ പേരില് നമ്മൾ അവൾക്ക് നൈസായിട്ട് പണി കൊടുക്കും. ഇതാണ് അടുത്ത പണി. രംഭ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് എങ്ങനെയുണ്ട്? ഇനി പറ, കബനിയുടെ കളക്ഷൻ തെറ്റാണോ? അല്ല. അതുകൊണ്ട് ഗുണം അവൾക്കാണോ അതോ നമുക്കാണോ? അവൾക്കല്ല, നമുക്ക് തന്നെയാ. സോ നമ്മൾ അവളെ സഹായിക്കുന്നു. അവൾക്ക് നല്ല പേര് കിട്ടാൻ പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയം എന്താണെന്ന് അവൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ഗുഡ് ഐഡിയ. അപ്പോ പണി തുടങ്ങിക്കോ. ഓക്കെ, വാ പോ. വാ. ചിലര് കീറി നോട്ട് വരെ തന്നിട്ടുണ്ട്. എന്ത് മനുഷ്യരാ, പാവം കിട്ടും. അയ്യോ, അങ്ങനൊന്നും പറഞ്ഞാ പോരാ. അവന്റെയൊക്കെ തലയിലേ ഇടി വെട്ടണം. ഒന്ന് മിണ്ടാതിരുന്നേടി, കണക്ക് തെറ്റും. 3000 എത്ര ഉണ്ടടി? മൊത്തം 86,700 രൂപ. അപ്പൊ വലിയ മോശമൊന്നല്ലേ? പക്ഷെ കുറച്ച് രൂപയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തികഞ്ഞനല്ലേ? സാരില്ല, നാളെ രാവിലെയും ആരെങ്കിലും തരുമല്ലോ. വിദ്യ, എല്ലാ ദിവസവും കിട്ടുന്ന കാശ് എത്രയാണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, സംശയമൊന്നുമില്ലല്ലോ? എന്ത് സംശയം? അല്ല, കാശിന്റെ കാര്യാണേ. അതെ, അറിയാലോ നിങ്ങൾക്ക്. കോളേജില് ഞങ്ങളോട് ശത്രുതയുള്ളവരുണ്ട്. അയ്യോ, നീ അങ്ങനെ പൊതിഞ്ഞൊന്നും പറയണ്ട. രമ്പയും കൂട്ടുകാരും അവരാ ശത്രുക്കള്. വിടടി ആ വിദ്യ. ഞങ്ങൾക്ക് അവരെ തന്നെയാ പേടി. ഞങ്ങള് കൃത്യമായി കണക്ക് പറഞ്ഞില്ല എന്നൊക്കെ പിന്നെ പറഞ്ഞാ പറയട്ടെ, എന്നാ ഞാൻ എന്റെ തനി സ്വഭാവം അവർക്ക് കാണിച്ചു കൊടുക്കും. കബനി, എപ്പോഴാ ഇത് കൊടുക്കുന്നേ? നാളെ തന്നെ കൊടുക്കണം. ഓക്കെ. അവർക്ക് ഹോസ്പിറ്റലിൽ അടയ്ക്കാനുള്ളതാ. സത്യം പറഞ്ഞാ വല്ലാത്തൊരു മനസ്സമാധാനം തോന്നുക അല്ലേടി? അതങ്ങനെയാ. ഒരാളെ സഹായിക്കുമ്പോ കിട്ടുന്ന മനസുഖം മറ്റൊന്നിൽ നിന്നും നമുക്ക് കിട്ടില്ല. കാശ് തന്നവരെല്ലാം ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. നീ നോക്കിക്കോ, എല്ലാം ശരിയാവും. ആ കബനി, കുറച്ചു പേരൂടി കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ടേ. വേണം. ഓപ്പറേഷൻ നടന്നാലും പെട്ടെന്ന് സ്വാതിയുടെ ഫീസ് അടയ്ക്കാനൊന്നും അവളുടെ അച്ഛൻ്റെ കയ്യിൽ പണം കാണില്ല. അതും കൂടി നമ്മൾ അടയ്ക്കണം. അവള് നമ്മുടെ ഒപ്പം പഠിക്കാൻ വരണം. എന്ന് ഞങ്ങൾ പോട്ടെ കബനി. ശരി ശരി ശരി. കബനി, കാശ് എവിടെയെങ്കിലും കൃത്യമായിട്ട് ഒളിപ്പിച്ചു വെക്കണേ. ഓർമ്മയുണ്ടല്ലോ അന്ന് അവര് നമ്മുടെ കാശ് അടിച്ചെടുത്തത്? നല്ല ഓർമ്മയുണ്ട്. ഇതെന്തായാലും ആരും എടുക്കില്ല. എടുക്കണമെങ്കിലേ എന്നെ കൊല്ലണം. എടി, നാളെ ഈ പണം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അമ്പലത്തിൽ പോണം. ആ അമ്മയ്ക്ക് വേണ്ടി വഴിപാട് നടത്തണം. ശരി. പത്മിനി, പത്മിനിക്ക് ഫോണുണ്ട്. എനിക്കോ? ആരാ
ആരെന്നാ പറഞ്ഞേ? ഋഷി സാറാ. ഋഷി സാറോ? അതെന്താ ഋഷി സാർ എന്നെ വിളിച്ചത്? ആവോ, എനിക്കറിയില്ല. എന്തായാലും നീ ചെല്ല്. നീ ചെന്ന് സംസാരിച്ചാ മതി. വേണ്ട, നീ തന്നെ ചെന്നെടുക്ക. ചെല്ലടി. ഹലോ. ആ പത്മിനി, ഋഷിയാണ്. അയ്യോ, എന്താ സാർ? ആ, അത് പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് മനസ്സിലായി. കബനിയോട് സംസാരിക്കാനല്ല സാറ് വിളിച്ചത്. ഷോ, എത്ര ദിവസമായിന്നറിയോ അവളിങ്ങനെ വിഷമിച്ച് നടക്കുന്നു. നന്നായിട്ട് ഭക്ഷണം കഴിക്കാറ് പോലും ഇല്ല. ഞാൻ വിളിച്ചത് അത് അന്വേഷിക്കാനല്ല. സാർ, ഏതോ ഒരു സ്റ്റുഡന്റിന് വേണ്ടി നിങ്ങൾ പണപ്പിരിവ് നടത്തുന്നില്ലേ? അത് സാറിനോടും പറഞ്ഞതല്ലേ? അതെ, അക്കാര്യത്തിൽ ചില കംപ്ലൈൻറ്റ്സ് ഉണ്ട്. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. കംപ്ലൈന്റോ? അതൊരു നല്ല കാര്യമല്ലേ സാർ? അതിനാരാ പരാതി പറയുന്നത്? പ്രിൻസിപ്പലിന്റെ അനുമതിയില്ലാതെ കോളേജിൽ ഒരു കാര്യത്തിനും പണം പിരിക്കാൻ പാടില്ല. സാർ, ആ കുട്ടിയുടെ അവസ്ഥ അത്രയ്ക്കും ദയനീയമാണ്. ശരിയായിരിക്കാം. അറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. നാളെ വലിയ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും നിങ്ങൾ. സാർ, ഒരു മിനിറ്റ്, ഞാൻ കബനിയെ വിളിക്കാം. ഹലോ ഹലോ ഹലോ. എന്തായിടി? നിനക്ക് ഫോൺ കൊടുക്കാന്ന് പറഞ്ഞപ്പോ സാറ് ഫോൺ കട്ട് ചെയ്തു. എന്റെ ശബ്ദം കേൾക്കുന്നത് പോലും വെറുപ്പായി തുടങ്ങി. സാരമില്ല, എല്ലാത്തിനും കൂടെ നടന്നപ്പോ ഉയരങ്ങൾ മറന്നുപോയത് നമ്മളാ. ഇപ്പോ സാറത് ഓർമ്മിപ്പിക്കുന്നു, അത്ര തന്നെ. ഒക്കെ ശരിയാവൂടെ? എന്ത് ശരിയാവാനാ? നമ്മൾ പണം പിരിക്കുന്നത് കംപ്ലൈന്റ് ആയിട്ടുണ്ടെന്നാ സാറ് പറഞ്ഞത്. സ്വാതി ആത്മഹത്യക്ക് ശ്രമിച്ചെന്നറിഞ്ഞിട്ടും ആർക്കോ സഹതാപമോ പരാതിയോ ഒന്നും തോന്നിയില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്താ? പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ നടന്നാലും ആർക്കും ഒരു പരാതിയില്ല. ഒരാളെ സഹായിച്ചാ അപ്പൊ തുടങ്ങും ബുദ്ധിമുട്ട്. ഇതിന്റെ പേരിൽ നമ്മളെ കോളേജിൽ നിന്ന് പുറത്താക്കിയാലും നമ്മളത് സഹിക്കും, അത്ര തന്നെ. കബനി, കിട്ടിയ കാശ് ചില്ലറയടക്കം എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നും ഒരു 5 പൈസ എടുക്കില്ല. പിന്നെ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അത് നമുക്ക് വേണ്ട. സാർ എന്നെ വിളിച്ചാലോ നേരിട്ട് കാണുമ്പോഴോ ഒരു കാര്യം നീ പറഞ്ഞേക്ക്. എന്തെങ്കിലും പരാതി വന്നാലും അത് നമ്മൾ നേരിട്ടോളാം. സാറിനെ സഹായത്തിന് വിളിക്കില്ല എന്ന്. കബനി, സ്ഥാനാർത്ഥിയായി നിന്നപ്പോ ഏറ്റവും എതിർപ്പ് പ്രതീക്ഷിച്ചത് രംഭയിൽ നിന്നാ. പക്ഷെ മറിച്ച് സംഭവിച്ചത്. അതുവരെ കൂടെ നിന്ന് കൈ തടഞ്ഞു. എന്നും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിരുന്ന മനസ്സ് ഇടഞ്ഞു. രാവും പകലും ഒക്കെ ഞാൻ ആലോചിച്ചു നോക്കി. ഒറ്റ ഉത്തരേ കിട്ടിയുള്ളൂ. നമ്മൾ ഈ നിൽക്കുന്ന പടിയിൽ നിന്നാൽ എല്ലാവർക്കും നമ്മളെ ഇഷ്ടാവും. ഒരു ചുവട് മുന്നോട്ട് വെച്ചാ അവിടെ ഇഷ്ടക്കുറവ് തുടങ്ങും. അത്രേ ഉള്ളൂ. മതിയടി, മതിയാക്ക്. ഇനി ആര് കാണാനാ? അച്ഛൻ കണ്ടോട്ടെ.
മുടി കുറഞ്ഞു അമ്മയുടെ. മരുന്ന് നിസ്സാരാണോ കഴിച്ചു കൂട്ടുന്നത്? മുടി പോവാതെ പിന്നെ എല്ലാ ദിവസവും ഒരു പിടി മുടി ഉണ്ടാവും എടുത്ത് കളയാൻ. ഇങ്ങനെ പോയാ ഞാൻ താമസിയാതെ മൊട്ടച്ചിയാവും. പിന്നെ പിന്നെ അങ്ങനൊന്നുമില്ല. മോളെ സബിനി, ദാ. കിട്ടിയോല്ല? ആ കിട്ടി. മോളെ ഇതകത്തോണ്ട് വെച്ച്. കബിനിയും പത്മിനിയും വരുമ്പോ കാര്യമായിട്ട് എന്തേലും ഉണ്ടാക്കി കൊടുക്കണം. ദേ ഉത്തരവാദിത്തം അമ്മ ഏറ്റോണേ. ഇതിനിടയിൽ വിരുന്ന് നടത്തിയെന്നും പറഞ്ഞ് അവൾ എന്നെ ചീത്ത പറയും. അത് ഞാൻ പറഞ്ഞോളാം. അവരെന്നെ അമ്മയെന്നല്ലേ വിളിക്കുന്നേ. അപ്പൊ അവരെ നോക്കുന്നത് എന്റെ അവകാശ. ഇന്ന് വരാന്നല്ലേ പറഞ്ഞത്? അതെ, ഇപ്പൊ ഹോസ്റ്റലിൽ വാർഡനില്ലാത്തോണ്ട് എപ്പോ വേണേലും പോരാ. ഓ, അല്ലെങ്കിൽ കാര്യം പറയണം, അനുവാദം വാങ്ങണം, വലിയ ചടങ്ങാ. സമയം കിട്ടുമ്പോഴൊക്കെ വരട്ടെ. സത്യം പറഞ്ഞ അവര് വന്നു പോകുമ്പോഴാ ജീവിക്കണം എന്നൊരു തോന്നൽ വരുന്നത്. സ്വാതി, ആഹാ, എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. നിങ്ങളെ കാത്തിരിക്കുക. ഇന്നതേ പെട്ടെന്നൊന്നും പോണോന്ന് പറഞ്ഞേക്കരുതേ. ഊണെവിടുന്ന? അയ്യോ ആണോ? എന്നാ പിന്നെ വൈകിയേ പോകുന്നുള്ളൂ അല്ലേ കബനി? നീ ഒന്ന് മിണ്ടാതിരിക്കടി. അച്ഛനാ കയ്യൊന്ന് നീട്ടിയേ. ദാ, ഇത് 96,000 രൂപയുണ്ട്. ഇനിയും കുറച്ചു പേരും കൂടി തരാനുണ്ട്. അതും കൂടി ആവുമ്പോ അമ്മയുടെ ഓപ്പറേഷനുള്ളതും ഇവളുടെ ഫീസിനുള്ളതും ഉണ്ടാവും. സന്തോഷായില്ലേ? ദാ, വാങ്ങിച്ചോ.